ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്ന പോലെ തന്നെ ഇന്നൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. വെറും ദോശയല്ല ഇതൊരു ഡയറ്റ് ഫ്രണ്ട്ലിയും വെയിറ്റ് ലോസ് റെസിപ്പിക്ക് കൂടിയായിട്ട് ഉപയോഗിക്കാം. അരിയും ഉഴുന്നും ഒന്നുമില്ലാതെ ഉണ്ടാക്കുന്ന ഒരു ദോശ, കുമ്പളങ്ങ കൊണ്ടാണ് ഇന്നത്തെ ദോശ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നോർമലായിട്ടുള്ള റവ കേട്ടോ, വറുത്ത റവയാണെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് അരയ്ക്കാമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ തന്നെ അത് സോഫ്റ്റായി കിട്ടും. ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളമേ ഒഴിക്കേണ്ട ആവശ്യം വരുള്ളൂ. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞതും, ഒരു ഒനിയൻ കട്ട് ചെയ്തതും, ഒരു 3 പച്ചമുളകും, കുറച്ച് കരിവേപ്പിൻ്റെലയും, ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല, ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ആദ്യം തന്നെ ജീരകം ഇടായിരുന്നു, ഫുൾ അറിയേണ്ട വെച്ചിട്ടാട്ടോ. ഇനി അതിനെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വാട്ടറി ആവരുത്. ഇത് നമ്മൾ റവദോശ പോലെ അത്രയും വെള്ളം പോലെ ആവരുത്. ഇത് പരത്താനുള്ള പരുവത്തിലായിരിക്കണം കേട്ടോ. ഇതിനെ നമുക്കൊരു 1/2-3/4 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇത് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉടനെ ചുടുകയും ചെയ്യാം കേട്ടോ. ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുടുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇതേമാതിരി നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടാൽ മതി. കരിവേപ്പിൻ്റെലേക്ക് ഞാനൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് മറിച്ചിടാം. കുറച്ച് എണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം. ഇത് കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉഴുന്നൊക്കെ കഴിച്ചാൽ പൊതുവേ വെയിറ്റൊക്കെ കൂടും. ഇതാവുമ്പോൾ നമ്മൾ ഉഴുന്നൊന്നുമില്ല. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ അരി വേണ്ടാത്ത ആൾക്കാർക്ക് ദോശ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ നിങ്ങൾക്കിപ്പോൾ അരിയും ഉഴുന്നും ഒന്നും കിട്ടാനില്ലെങ്കിൽ റവയും കുമ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ദോശ ചുട്ടെടുക്കാം. വളരെ ഈസിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ കൂടിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.